നമസ്കാരം. വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വസാഹിത്യകാരനായ MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ വെച്ച് സംഗീത സംവിധായകനായ രമേശ് നാരായണൻ സിനിമാ നടനായ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കയ്യിൽ വാങ്ങിയ ഉപഹാരം സംവിധായകനായ ജയരാജ് തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമയിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചെറു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജാണ്. അതിന് സംഗീത സംവിധാനം നൽകിയിരിക്കുന്നത് രമേശ് നാരായണനാണ്. എല്ലാവരും വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് രമേശ് നാരായണൻ അത് വാങ്ങാതിരുന്നത് ശരിയായില്ല എന്നാണ്. ആരും ജയരാജിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. രമേശ് നാരായണൻ ഒരു മനോവൈകൃതമുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതിലും വലിയ തെറ്റും പാപവും ചെയ്തിരിക്കുന്നത് രമേശ് നാരായണൻ ആ അവാർഡ് വാങ്ങാതെ ആസിഫ് അലിയെ മടക്കി വിടുകയും തനിക്ക് ജയരാജ് അവാർഡ് തരണമെന്ന് പറയുമ്പോൾ ജയരാജ് ഏറ്റവും ചുരുങ്ങിയത് ആ വേദിയിലേക്ക് കയറാതെ പ്രതിഷേധിക്കേണ്ടിയിരുന്നു. അവിടെ വേദിയിൽ കയറിക്കൊണ്ട് ആസിഫ് അലിയെ മടക്കി വിട്ട് അവിടെ തനിക്ക് ജയരാജ് അവാർഡ് തരണമെന്ന് വാശി പിടിക്കുമ്പോൾ ആ വേദിയിലേക്ക് കയറാതെ ആസിഫ് അലിയെയും കൂട്ടിക്കൊണ്ട് അവാർഡ് കൊടുക്കാനെങ്കിലും ജയരാജ് ശ്രമിക്കേണ്ടിയിരുന്നു. പകരം തനിക്ക് ഒരു ഉന്നതമായ സ്ഥാനം രമേശ് നാരായണൻ അനുവദിച്ചു തന്നു എന്നതുപോലെ ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് ചാടിക്കയറി അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത് പരസ്പരം, അതായത് ആസിഫ് അലിയെ മാറ്റി നിർത്തി തന്നോട് അവാർഡ് വാങ്ങണമെന്ന് പറഞ്ഞ ഈ രമേശ് നാരായണനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ രമേശ് നാരായണൻ എന്ന വികൃത മനസ്സിൻ്റെ ഉടമ ചെയ്തതിനേക്കാൾ വളരെ മോശമായ നീചമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സംവിധായകനായ ജയരാജാണ്. ജയരാജാണ് വിമർശിക്കപ്പെടേണ്ടത്. ഈ സിനിമയുടെ സംവിധായകനായ ജയരാജ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറു സിനിമയായ സ്വർഗം തുറക്കുന്ന സമയം എന്നതിന് ഒരു ചീപ്പ് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രമേശ് നാരായണനുമായി ചേർത്തുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത്തരം വൃത്തികെട്ട നിലപാടുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകളെ ഫെഫ്കെ പോലെയുള്ള സിനിമാ സംഘടനകൾ, അതേപോലെ തന്നെ അമ്മയെ പോലെയുള്ള താരസംഘടനകൾ ഇതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് രമേശ് നാരായണനെയും അതേപോലെ തന്നെ ഇവിടെ വേദിയിൽ ചാടിക്കയറി അവാർഡ് കൊടുത്ത ജയരാജിനെയും ഈ രംഗത്ത് നിന്ന് മാറ്റി നിർത്താനും ഇവരുടെ സിനിമകൾ തൽക്കാലമെങ്കിലും ജയരാജും രമേശ് നാരായണനും ഇടപെടുന്ന സിനിമകൾ, അവർ പ്രവർത്തിക്കുന്ന സിനിമകൾക്ക് ഒരു താൽക്കാലിക വിലക്കെങ്കിലും ഏർപ്പെടുത്തിക്കൊണ്ട് ഇരുവരെയും പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യാനുള്ള അവസരമാണ് സിനിമാ സംഘടനകൾ ഒരുക്കേണ്ടത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ താരസംഘടനയായ അമ്മയും അതേപോലെ തന്നെ ഇതിൻ്റെ സംവിധായകരും അതേപോലെയുള്ള ടെക്നിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന ഫെഫ്കയുടെയും നേതൃത്വം ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇരുവർക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ മലയാള സിനിമയിലെ ഇത്തരം സംഘടനകൾ കൂടെ, താരങ്ങളുടെയും അതേപോലെ തന്നെ അണിയറ പ്രവർത്തകരുടെയും സംഘടനകൾ കൂടെ സ്വയം അപമാനിതരാകുമെന്ന് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.